കേരള നവോത്ഥാന ചരിത്രത്തിൽ വളരെ വിസ്മൃതിയിലായിപ്പോയ ഒരു സന്യാസിനി ജന്മസ്ഥലത്ത് നിന്നാണ്, ഓച്ചന്തുരുത്ത് നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, കേരള നവോത്ഥാന ചരിത്രത്തിൽ ഗുരുദേവനും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ മുമ്പേ പ്രവർത്തിച്ചത് ഗുരുദേവൻ 1856 ജനിച്ചത്. അയ്യങ്കാളി ജനിച്ചത് 1863. ചട്ടമ്പി സ്വാമി ജനിച്ചത് 1853. എന്നാൽ മദർ എലീസ 1831 ജനിച്ച് 1866 സന്യാസ ജീവിതം ആരംഭിച്ചു. മദർ എലീസ ഉപപ്രവർത്തനങ്ങളും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആ സമയത്ത് ഈ ഗുരുദേവനും അയ്യങ്കാളിക്കും ചട്ടമ്പി സ്വാമിക്കും ഒക്കെ 11, 14 വയസ്സുള്ള ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അവരെക്കാട്ടിയും മുമ്പ് സാമൂഹ്യ പ്രവർത്തനവും കൂനമാവ് പ്രദേശത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കൈത്തൊഴിൽ പരിശീലനവും ഒക്കെ ചെയ്യുവാനായിട്ട് വളരെ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങിയ ഒരു സിസ്റ്ററാണ് വിസ്മൃതിയിലായിപ്പോയത്. ഇത് ഏത് രീതിയിലായാലും പഴയ കാല പ്രവർത്തനങ്ങളും പഴയ കാലത്തെ ആ ജീവിത സാഹചര്യങ്ങളും ഇന്നത്തെ തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കണം.